അടുത്തിടെയായിരുന്നു നടൻ കാളിദാസ് ജയറാമും തരണി കലിംഗരായരും തമ്മിലുള്ള വിവാഹം നടന്നത്. ഇതിന് പിന്നാലെ കാളിദാസിന്റെ ജന്മദിനവും കുടുംബം ആഘോഷിച്ചിരുന്നു. താരദമ്പതികൾ ഹണിമൂണിനായി തിരഞ്ഞെടുത്തത് ഫിൻലാൻഡ് ആയിരുന്നു. കുടുംബത്തോടൊപ്പമുള്ള തന്റെ നവവിധ ജന്മദിന യാത്രയുടെ ദൃശ്യങ്ങൾ കാളിദാസ് തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറികളിൽ പങ്കിടുകയും ചെയ്തിരുന്നു. ഈഗിൾ ഐ ക്യാമറ ഉപയോഗിച്ച് കാളിദാസ് തന്റെ ഹോട്ടൽ ബാൽക്കണിയിൽ നിന്ന് ലാപ്ലാൻഡിന്റെ ആകാശ ദൃശ്യം പകർത്തിയതും വൈറലായിരുന്നു. ശൈത്യകാലത്ത് സഞ്ചാരികൾ കൂട്ടത്തോടെ സന്ദർശിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഫിൻലാൻഡ്. കാളിദാസിന്റെയും തരണിയുടെയും ഹണിമൂൺ ഡെസ്റ്റിനേഷനായി ഫിൻലാൻഡ് മാറാനിടയായ കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അറോറ ബോറിയാലിസ്. ഓരോ സഞ്ചാരിയുടെയും ബക്കറ്റ് ലിസ്റ്റിൽ പ്രകൃതിയുടെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നായ നോർത്തേൺ ലൈറ്റ്സ് ഉണ്ടായിരിക്കും. സൂര്യനിൽ നിന്നുള്ള ചാർജ് കണങ്ങൾ ഭൂമിയുടെ മുകളിലെ അന്തരീക്ഷവുമായി കൂട്ടിയിടിക്കുമ്പോൾ സംഭവിക്കുന്ന പ്രകൃതിദത്തമായ പ്രകാശ ദർശനമാണ് നോർത്തേൺ ലൈറ്റുകൾ എന്ന് അറിയപ്പെടുന്ന അറോറ ബോറിയാലിസ്. അടുത്തത് സ്നോ ബോർഡിംഗ്. ശൈത്യകാല കായിക വിനോദങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഫിൻലാൻഡ് ഒരു മികച്ച ഓപ്ഷനാണ്. രാജ്യത്തുടനീളം നിരവധി സ്കീസ് റിസോർട്ടുകളുണ്ട്. സാഹസിക പ്രകടനങ്ങൾക്കൊപ്പം മികച്ച താമസ സൗകര്യം ഇവ വാഗ്ദാനം ചെയ്യുന്നു. അടുത്തത് ഐസ് സ്കേറ്റിംഗ്. ഫിൻലാൻഡിൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന മറ്റൊരു രസകരമായ ശൈത്യകാല പ്രവർത്തനമാണ് ഐസ് സ്കേറ്റിംഗ്. ഹെൽസിങ്കി നഗരം പോലെയുള്ള ഒരു മഹാനഗരം ഇതിന്റെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തുന്നു. അടുത്തത് സാന്താക്ലോസ് വില്ലേജ്. സാന്താക്ലോസിന്റെ ഔദ്യോഗിക വസതി ഫിൻലാൻഡിലെ നോവാനിയയിലാണ്. ക്രിസ്തുമസിനായി കാത്തിരിക്കാതെ തന്നെ വർഷത്തിലെ മിക്കവാറും എല്ലാ ദിവസവും നിങ്ങൾക്ക് സാന്താക്ലോസിനെ കാണാൻ കഴിയും. ലാപ്ലാൻഡിലെ ഏറ്റവും പ്രശസ്തമായ സ്ഥലമാണ് ഈ ഗ്രാമം. പ്രതിവർഷം 3000 സഞ്ചാരികളെ ഇവിടം ആകർഷിക്കുന്നു. അടുത്തത് ഔലങ്ക നാഷണൽ പാർക്ക്. ഔലങ്ക ദേശീയ ഉദ്യാനം അതിമനോഹരമായ വെള്ളച്ചാട്ടങ്ങൾ, ആകർഷകമായ പ്രകൃതി ദൃശ്യങ്ങൾ എന്നിവയാൽ സമ്പന്നമാണ്. ഹണിമൂൺ യാത്രകൾക്ക് ഏറെ അനുയോജ്യമാണ് ഇവിടം. ഫിൻലാൻഡിലെ ശൈത്യകാല വണ്ടർലാൻഡ് അന്തരീക്ഷവും നദിക്കരയിലുള്ള മനോഹരമായ ചെറിയ കോട്ടേജും മനോഹരമായ അനുഭവം പ്രദാനം ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യം എന്നാണ് ഫിൻലാൻഡ് അറിയപ്പെടുന്നത്. വർഷത്തിൽ ഭൂരിഭാഗം സമയവും മഞ്ഞ് മൂടിയിരിക്കുന്ന ഫിൻലാൻഡിന് സമ്പന്നമായ സാംസ്കാരികവും ചരിത്രപരമായ പൈതൃകവും അവകാശപ്പെടാനുണ്ട്. ഏറ്റവും മോശം സാഹചര്യങ്ങളോ കാലാവസ്ഥയോ പോലും തങ്ങളുടെ നേട്ടമാക്കി മാറ്റാനുള്ള കഴിവ് ഈ രാജ്യത്തിനുണ്ട്. യൂറോപ്യൻ യൂണിയന്റെ വടക്കേ അറ്റത്തുള്ള രാജ്യമാണ് ഫിൻലാൻഡ്. വടക്കൻ ഫിൻലാൻഡിൽ ഭൂരിഭാഗവും മഞ്ഞ് മൂടിയതിനാൽ തെക്കൻ ഫിൻലാൻഡിലെ ജനസാന്ദ്രത കൂടുതലാണ്. ഫിൻലാൻഡിലെ വേനൽക്കാലവും ശൈത്യകാലവും തികച്ചും സവിശേഷമാണ്.